ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ടാസ്ക് ജിസേലിന്റെ ലൈഫ് സ്റ്റോറി ആയിരുന്നു. എല്ലാവരും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു കേട്ടിരുന്നത്. ആസ് യൂഷ്വൽ നല്ല കൂളായിട്ടായിരുന്നു ജിസേലിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ജിസേലിന്റെ ബിസിനസ് കാര്യങ്ങളും അതുപോലെ തന്നെ ജിസേൽ വർക്ക് ചെയ്ത പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ജിസേലിന് ഇപ്പോൾ ഫിഷറിയുടെ ഒരു ബിസിനസ് ആലപ്പുഴയിലും അതുപോലെ തന്നെ മുംബൈയിലും ഉണ്ട്. ഇതും ജിസേൽ തന്നെയാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. ജിസേലിന്റെ അമ്മയുണ്ട് കൂടെ ഹെൽപ്പ് ചെയ്യാൻ, പക്ഷേ ജിസേലാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതെന്നാണ് ജിസേൽ പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ജിസേലിന്റെ ലവ് സ്റ്റോറിയിലേക്ക് വന്നു. ലവ് സ്റ്റോറി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18 ഇയേഴ്സ് ഉള്ളപ്പോഴാണ്. ജിസേലിനൊരു 30 ഇയേഴ്സ് ഒക്കെ ഉള്ള ഒരാളുമായിട്ടായിരുന്നു ഡേറ്റിംഗ് ആയിരുന്നത്. ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ജിസേൽ അറിയുന്ന ആൾ മാരീഡ് ആണ്. സോ അതൊരു 3 ഇയേഴ്സോളം റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞത് ബ്രേക്ക് ആയി. അത് കഴിഞ്ഞ് ജിസേൽ സിംഗിൾ ആയിരുന്നു. പിന്നെ റീസെന്റ് ആയിട്ടുള്ള റിലേഷൻ ഒരു ബ്രിട്ടീഷ് ബോയ് ആയിട്ടായിരുന്നു. അതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് ജിസേൽ പറയുന്നു. റിലേഷൻഷിപ്പ് ഒരു 5 ഇയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് ബ്രേക്ക് ആയി. ബ്രേക്ക് ആയതിന്റെ ഡീറ്റെയിൽസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ജിസേൽ പറയുന്നില്ല. ഇറ്റ്സ് ഡൺ അത്ര ജിസേൽ പറഞ്ഞു നിർത്തുന്നുള്ളൂ. കാരണം പാസ്റ്റ് ആണല്ലോ, അത് കഴിഞ്ഞു. അതിനെപ്പറ്റി ജിസേലിന് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് അത് തന്നെ അറിയാം. അപ്പോൾ അനുമോളും ജിസേലും കൂടെ 2 അവേഴ്സ് ജയിലിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അനുമോൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഇറ്റ്സ് ഡൺ, അത് കഴിഞ്ഞില്ലേ, നമുക്കിനിയും പുതിയ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയുമ്പോഴും അനുമോൾ ഇങ്ങനെ പഴയ കാര്യങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ജിസേലും അക്ബറും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ മരിച്ചു കിടന്ന് കഷ്ടപ്പെടുന്നത്? നീ ബിഗ് ബോസ് കഴിഞ്ഞ തവണ എവിക്റ്റ് ആയത് നിന്റെ കയ്യോ കാലോ എന്തോ ഒടിച്ചിട്ടല്ലേ? നീ എന്തിനാണ് ഇവിടെ വീണ്ടും ഈ ടാസ്കിൽ ഇങ്ങനെ ബോഡി മാറുന്ന ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇന്നലത്തെ ടാസ്കിൽ ജിസേലിന്റെ കൈ മുറിഞ്ഞിട്ട് 10 സ്റ്റിച്ച് ഉണ്ട്. സോ അക്ബർ പറയുവാണ്, നീ ഒരു മോഡലല്ലേ, നീ നിന്റെ ബോഡി സൂക്ഷിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജിസേൽ പറയുന്നുണ്ട്, ഞാൻ നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും 10 സ്റ്റിച്ച് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അത്യാവശ്യം നല്ല മുറിവാണ്. ആരും ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക എന്നിട്ട് തിരിച്ചു വാ, ഞാനാണെങ്കിൽ വീട്ടിൽ പോയേനേയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ജിസേൽ അതും കൂളായിട്ടാണ് എടുത്തത്. ജിസേൽ അത് വെച്ചിട്ട് ഒരു ഇമോഷണൽ ഡ്രാമ കാർഡോ ഒന്നും ഇറക്കിയില്ല, കൂളായിട്ട് തന്നെ എടുത്തു. പേഴ്സണലി ഒരു കണ്ടസ്റ്റന്റെയും ഫാൻ അല്ലെങ്കിലും ജിസേലിന്റെ ഈ ഒരു ക്യാരക്ടറൊക്കെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നാറുണ്ട്.